സ്ഥാനാർത്ഥികളുടെ പെരുമാറ്റച്ചട്ട ലംഘനം നിരീക്ഷിക്കാൻ സംവിധാനവുമായി ജില്ലാ ഭരണകൂടം. എറണാകുളം കളക്ട്രേറ്റിലെ മാധ്യമ നിരീക്ഷണ സർട്ടിഫിക്കേഷൻ സമിതിയാണ് ദൃശ്യമാധ്യമങ്ങളിലെയും സമൂഹമാധ്യമങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വാർത്തകൾ നിരീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നതോടൊപ്പം സ്ഥാനാർത്ഥികളുടെ പെരുമാറ്റച്ചട്ടലംഘനം കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് എറണാകുളം കളക്ട്രേറ്റിലെ ഈ മീഡിയ മോണിറ്ററിംഗ് ഗ്രൂപ്പ്. ചാനലുകൾ, റേഡിയോ, സാമൂഹ്യമാധ്യമങ്ങൾ, SMS, സിനിമാശാലകൾ തുടങ്ങിയവയെല്ലാം MCMCയുടെ നിരീക്ഷണത്തിലാണ്. സമിതിയുടെ അനുമതിയില്ലാത്ത മാധ്യമ പരസ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ ഉപയോഗിച്ചാൽ ഇവർ കയ്യോടെ പിടിക്കും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പ്രിന്റ് മീഡിയ, വിഷ്വൽ മീഡിയ, പത്രം, അതായത് റേഡിയോ, സോഷ്യൽ മീഡിയ, ഇത്രയും വിഭാഗങ്ങളിൽ നിന്നുള്ള നിരീക്ഷണമാണ്. അതായത് പെയ്ഡ് ന്യൂസ് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ, മറ്റ് കണ്ടന്റുകൾ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, ഇതൊക്കെയാണ് ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം. അല്ലെങ്കിൽ പെയ്ഡ് ന്യൂസ് ആണെങ്കിൽ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ കമ്മിറ്റിയുടെ മുമ്പാകെ വെച്ചിട്ട് കമ്മിറ്റിയാണ് പിന്നെ തീരുമാനിക്കുന്നത്. അതിൻ്റെ ചെലവ് കാര്യങ്ങൾ ഒക്കെ സ്ഥാനാർത്ഥിയുടെ പേരിലോ അല്ലെങ്കിൽ പാർട്ടിയാണെങ്കിൽ പാർട്ടി ആ രീതിയിലേക്ക് തിരിയും. അപ്പോൾ പരസ്യങ്ങളൊക്കെ സ്ഥാനാർത്ഥികൾക്ക് ഒക്കെ പരസ്യങ്ങൾ കൊടുക്കണമെങ്കിൽ ഈ കമ്മിറ്റിയുടെ അനുമതി വേണം. രാവിലെയും രാത്രിയിലൊക്കെ ആയിട്ടുള്ള ഒരു നിരീക്ഷണ സംവിധാനമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്യങ്ങളുടെ സർട്ടിഫിക്കേഷനും ഈ കമ്മിറ്റിയാണ് നിർവഹിക്കുക. പെയ്ഡ് ന്യൂസ്, ഏകപക്ഷീയ വാർത്തകൾ എന്നിവ കണ്ടെത്തി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് കണക്കിൽ ഉൾപ്പെടുത്തുന്നതും ഇവർ തന്നെ. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഡിജിറ്റലായതോടെ നിരീക്ഷണ സെല്ലുകളുടെ ജോലിഭാരവും വർദ്ധിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.